സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമർ വനംസ്. അപ്പോൾ ഗൈസ്, എൻ്റെ ഒരു വോയിസ് റിവ്യൂലും കൂടിയാണ് ഈ വീഡിയോ. ഗൈസ്, നിങ്ങൾ എന്നെ കളിക്കണമെങ്കിൽ എൻ്റെ പേര് ഞാൻ അവിടെ കൊടുക്കുക. ഇവിടെ ആകെ 3 ഫ്രണ്ട്സുകളുള്ളൂ. അതൊക്കെ ശരിക്കുള്ള ഫ്രണ്ട്സുകളൊന്നുമല്ല, ഇതൊക്കെ ഏതോ ആൾക്കാരാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എമംഗസിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ലൈവ് ഇടുന്നതാണ് ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ലൈവ് ഇടുന്നതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമ്മളെല്ലാവരും ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്യാരക്ടർ. ഇനി ഇതിൻ്റെ ഷോർട്സൊക്കെ വരും ഗൈസ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇതിൻ്റെ ഷോർട്സൊക്കെ വരും. പിന്നെ നമ്മളെ ബാക്കി ഷോർട്സിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പവറാക്കി സപ്പോർട്ട് ഗൈസ്. വേഗം നമ്മൾ ഇന്ന് ഒരു ഗെയിം പ്ലേ മാത്രമേ ഇടുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഇന്ന് മാത്രം നമ്മൾ ഒരു ഗെയിം ഇടുന്നുള്ളൂ, ഒരു ഗെയിം പ്ലേ വീഡിയോ ഇടുന്നുള്ളൂ. നമ്മൾ നാളെ മുതൽ നമുക്ക് സപ്പോർട്ടിനനുസരിച്ചിട്ട് നമ്മൾ നാളെ മുതൽ വീഡിയോസൊക്കെ ഇടുന്നതാണ്. പിന്നെ നമ്മൾ ഫ്രീ ഫയർ കളിക്കുന്ന വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇടാം. പിന്നെ നിങ്ങളെ കുറച്ചും കൂടി സപ്പോർട്ട് ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ സെറ്റാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രീ ഫയർ ലൈവ് നമുക്ക് ഇടാം ഗൈസ്. ലൈവ് കാണാൻ വരുന്നവരൊക്കെ പെട്ടെന്ന് വരണം ഗൈസ്. മുമ്പ് സബ്ബൊക്കെ അടിച്ച് തരട്ടെ. അപ്പോൾ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ഒരു 5 ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 5 ലൈക്കാണ് വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ്. എല്ലാവരും ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പവറാക്കുക. ഓ ഗൈസ്, ഞാനാണ് ഇമ്പോസ്റ്റർ. അപ്പം ബെസ്റ്റ് തുടക്കം. ഓ ഷിറ്റ്, ഞാനാണ് ഇമ്പോസ്റ്റർ. നമ്മൾ നോക്കി കളിക്കണം. അപ്പോൾ ഇക്കൊണ്ട് ഓടാൻ പറ്റുന്നില്ല ഗൈസ്. ഇവർ അത്ര സ്പീഡല്ല നമ്മളെ ക്യാരക്ടറിന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതെന്താ 2x അതിനാട്ടി കുറവ് സ്പീഡായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഗൈസ്. എന്താ പ്രശ്നം എന്നറിയില്ല. അപ്പം നമുക്ക് അപ്പോഴത്തേനും എവിടെയും പോയി നിന്നിട്ടില്ലേ, അവിടെ റെഡി ആക്കണ പോലെ നിന്നിട്ട് നമുക്ക് സെറ്റാക്കാം. ആദ്യം ഇവനൊന്നുണ്ട് കൊല്ല വന്നുണ്ട്. ഇനി വെൻറ്റ് മെഷീൻ വഴി നമുക്ക് പോവാട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, എല്ലായിടത്തും മൂവ് ആയിട്ടുണ്ട്. എമർജൻസി മീറ്റിംഗ് ഗൈസ്. ഞാൻ കണ്ടിക്കണ. ഓ ഷീറ്റ്, ആരോ കണ്ടെന്ന് തോന്നിട്ടുണ്ട് എന്നെ. ഏയ് ഓക്കെ, ആരാന്നറിയില്ല ഗൈസ്. ആരോ ഒരാൾ കൊന്ന് ഗൈസ്. ഞാനും ഈ സേവ്ന്നുണ്ട്. ഏതൊരു പ്ലെയറാണ് ഇമ്പോസ്റ്റർ. അപ്പോൾ എല്ലാവരും ആരും കണ്ടിട്ടില്ല എന്നെ. ആരും കണ്ടിട്ടില്ല. ഓറഞ്ചാ, ഞാൻ ഓറഞ്ചാണോ? അല്ലല്ല, ഞാൻ ഗ്രീനാ. ഞാൻ തന്നെ മറന്നു ഞാൻ ഏതാന്ന്. ഓക്കെ, അവൻ എൻജിനീയറിനൊക്കെ നോക്കിയിട്ടുണ്ട്. ഐ തിങ്ക് ഓറഞ്ച്. എല്ലാവരും ഓറഞ്ചാണ് പറഞ്ഞത്. ഓറഞ്ച് ആരാ? ഓറഞ്ച് ചിലപ്പോൾ ഇനി ഇവനായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഓറഞ്ച്, മനസ്സിലായി. ഓറഞ്ച് പാവുണ്ട്. പിന്നെ ക്രൂമേറ്റ് അല്ലേ. നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാന്നാണ് എൻ്റെ ഒരു മനസ്സറിയണേ. നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. ഞാൻ ആരേലും ഏറ്റവും വെറുതെ ഇതാക്കി സ്കിപ്പ് ചെയ്യണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഓറഞ്ച് എന്ന് പറഞ്ഞ ആളെ ചെന്നിട്ട് നമുക്ക് ചെയ്താൽ മതിയായിരുന്നു. കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അത്ര ആൾക്കാർ വേഗം ചെന്ന് ഗെയിമിങ് സ്കിപ്പായി പോയി നമുക്ക് ഈസിയായിട്ട് കളി ജയിക്കായിരുന്നു. പക്ഷേ നമ്മൾ ചെറിയൊരു മണ്ടത്തിലാണ് ചെയ്യാൻ നമ്മൾ സെറ്റാക്കാം. ഓക്കെ, 2 ഇമ്പോസ്റ്റർ റിമൈനിങ് ആണ്. നമ്മളിപ്പോൾ ഒരാളെ സെറ്റാക്കി. എന്തായാലും നമ്മളെ വിക്ടറി ആവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. വെയിറ്റ് ആക്കി. എവിടെയെങ്കിലും മിഷൻ ചെയ്യണ പോലെ പോയി നിൽക്കുക. നിന്നതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ല, എവിടെയെങ്കിലും മിഷൻ ചെയ്യണ പോലെ നിൽക്കുക. എന്നിട്ട് അവിടുന്ന് നമുക്ക് കരയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഒരു മിഷൻ കിട്ടട്ടെ. ആന മാപ്പ് നോക്കിയാൽ മതിയില്ലേ, മിഷൻ കിട്ടും. ഞാൻ കില്ലടിക്കാൻ നോക്കി വന്നേ, കിട്ടില്ല. മിഷൻ നോക്കട്ടെ. മിഷൻ ഓക്സിജൻ 2 എന്ന് കാണിക്കണം. അപ്പുറത്തെ സൈഡിലല്ലത്, ഈ സൈഡിലോടേക്ക്. ഈ വെൻറ്റ് മെഷീൻ വഴി ഈ വെൻ്റ് വഴി പോകാൻ വന്നിട്ട്. ഓ ഷീറ്റ്, ഞാൻ ഓടിക്കോ. ഓക്കെ, നമ്മളപ്പോൾ ഒന്നും അറിയാണ്ട് ഇതിൽ കൂടെ വന്ന് അപ്പോൾ ഡെഡ് ബോഡി ഫൗണ്ടറായി. ഓ ഷീറ്റ്,
ഓക്കെ ഓന് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. നല്ലാവരുടെ ഉണ്ട്. റെഡാന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടല്ലോ. ഈ റെഡ് ആരെന്തില്ലേ? ഇതിൽ റെഡ് ആരും കാണില്ലല്ലോ. മനസ്സിലായില്ല എന്ത് ഉദ്ദേശിച്ചെന്ന്. ഐ എം ക്രൂമേറ്റ് വൈസ് മീ വൈറ്റർ. വൈറ്റ് പനി വൈറ്റാണ് മറ്റേ റിപ്പോർട്ട് കൊടുത്ത ആൾ കേട്ടോ. അപ്പം നമ്മൾ ഒന്നിനും നിൽക്കണില്ല. നമുക്ക് ഇവരിപ്പോൾ ആരൊക്കെ പറയണത് അവരെ നമുക്ക് സ്കിപ്പ് അടിച്ചിടാം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കളിച്ചിരിക്കാം ഗൈസ്. അപ്പോൾ മീ ഡോൺ കനോ വൈ ഓക്കെ എല്ലാവരും ഓരോന്ന് ഇട്ടിട്ടുണ്ട്. സ്കിപ്പ് എന്നാണ് എല്ലാവരും പറയണത്. മഞ്ഞ നമ്മളാളല്ല. ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും. ഇപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവരും കില്ല് ചെയ്തിട്ട് തന്നെ കളി എടുക്കാം. നമ്മളെ ചെക്കനും നമ്മളപ്പം നിൽക്കുന്ന ആളും കൊല്ലുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ലവ് ഷിപ്പ. ഇങ്ങനെ കിട്ടാൽ ഓനെന്തായാലും ചെറിയ സസ് അടിക്കൂലേ. നോക്കാം. കുറച്ച് സെക്കൻഡ്സ് ഉള്ളു. ആദ്യം കുറച്ച് ആൾക്കാരും കൂടി ഇനി ഒരാളേറ്റവും രണ്ടാൾ ഇനി റിപ്പോർട്ട് അടിക്കാണ്ട വോട്ട് ചെയ്യാണ്ട്. രണ്ടുപേരും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താവുന്നു. വി ഹാവ് നോ സസ്പിഷൻ. ഓക്കെ ഓരോന്ന് പറയുന്നുണ്ട്. ഓക്കെ എന്തോ വന്നിട്ട് പുതിയ ഐ ക്യാൻ സീ ടെൽ മീ അങ്ങനെ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 13 സെക്കൻഡ്സ് ആയി. 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ വോട്ടിങ് കഴിഞ്ഞ് ഗൈസ്. എല്ലാവരും സ്കിപ്പ് അടിച്ചിട്ട് സ്കിപ്പ് ദ വോട്ട് അടിച്ചിട്ട് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മളൊരു 6 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും ഗൈസ്. എല്ലാവരും സ്കിപ്പ് ഇടുന്ന കാണിച്ചത്. അപ്പോൾ നമുക്ക് മെല്ലെ എല്ലാവരും കൊല്ലാം. ആദ്യം ഇവനെ നമ്മളാളല്ല ഗൈസ്. നമുക്ക് ആദ്യം വേറെ എവിടേക്കെങ്കിലും ആദ്യം നമുക്ക് മിഷൻ എവിടെയുള്ള പോയി നോക്കാം. ഓക്കെ ഇലക്ട്രീഷ്യൻ ആ ഭാഗത്താണ് മിഷൻ ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് മിഷൻ ചെയ്യണ പോലെ ആക്കുക. അവിടെ ക്ലീൻ ആക്കി വരും. അയ്യോ ഇപ്പം തന്നെ പെട്ടായിരുന്നു ഗായ്സ്. ഞാൻ ഓനെ കില്ല് ചെയ്യാൻ അമർത്തി. പക്ഷേ സമയമുള്ള കാരണം ഞാൻ പെട്ടു ഗൈസ്. സമയമുള്ള കാരണം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഓനിട്ട് എന്നെ കണ്ട് സസ് അടിക്കുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. സസ് അടിക്കല ഞാൻ എന്തായാലും ഓനെ കൊല്ലും. എവിടെ എന്തോ പ്രശ്നമുണ്ട്. ഇവരെല്ലാവരും അപ്പം പോണ ഗ്ലോവിനെ മാത്രമേ പിടിച്ചാലേ. എന്താവണാവോ. ലൈറ്റ് ഗ്രീൻ ഇട്ടുണ്ട് ഓന്. വാട്ട്ന്നിട നമുക്ക് shit. ഓക്കെ ബ്ലാക്ക്. ഓക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക്. ഓക്കെ ബ്ലാക്ക് നമ്മൾ ടീമാണോ? അല്ല ബ്ലാക്ക് നമ്മൾ ടീമല്ല. ഓക്കെ ഇറ്റ്സ് മീ. ഓന് എന്തോ പൊട്ടൻ്റെ പോലെ കാട്ടാണ്. നമ്മൾ ഓനിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓടോ ഇന്നുണ്ട് എല്ലാവരും ആക്കിയത്. അശ്ശോ എടാ എന്താ പിന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞേ. എടാ ഇക്കത് ചെയ്യാൻ പറ്റൂലേ. ഞാനൊന്ന് സെറ്റ് ആവട്ടെ. ഇവരെല്ലാവരും ഈ സൈഡിലാണ്. അപ്പം നമുക്ക് ഇവിടെ പണി കൊടുത്താൽ മതി. അവിടെ പണി കൊടുത്തിട്ടുണ്ട് അവർക്ക്. അവിടെ ഇട്ട് പണി കൊടുത്തിട്ടുണ്ട്. ഹണ്ട് ചെയ്യാം നമുക്ക്. ഇവനാണ് നമ്മളെ റിപ്പോർട്ട് അടിച്ച ആള്. ഇവനെ നമുക്ക് ഹണ്ട് ചെയ്യണം. കള്ളൻ ഇവിടെ ലോക്ക് ചെയ്യണം അവരെല്ലാരും കൂടിയിട്ട്. സേവ് കൊല്ലാണ്ടല്ലേ പെടേ കളിച്ചിട്ടാ. നമ്മളെ ടീമേറ്റ് ഇതാ ഇപ്പം മാത്രമേ ഉള്ളൂ. ഇവൻ ആരെല്ലാം കൊല്ലണം.
നമുക്കിവിടെ നിന്നിട്ട് കുറേ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്. നമുക്കിപ്പോൾ ലോവർ എഞ്ചിൻ ഒന്ന് നശിപ്പിച്ചിടുക. അല്ലാണ്ട് പൊളിച്ചിട്ടുണ്ട്. കൂൾ ഡൗൺ ആണ്. സ്റ്റോറേജിൻ്റെ കൂൾ ഡൗൺ മാറിയിട്ട് ഷൈൽ കണ്ടുകൊടുക്കുക. സ്റ്റോറേജ് കൂൾ ഡൗൺ മാറിയിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാന്നൊക്കെ വല്ലാണ്ട് ഐഡിയ ഒന്നുമില്ല. പക്ഷെ നമ്മൾ അറിയണ പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി എന്താണാവോ. ഓക്കെ, ഓനിങ്ങനെ ക്യാമറ ചെക്ക് ചെയ്യുന്നുണ്ടല്ലേ അവിടെ നിന്നിട്ട്. ചെന്ന് നോക്കടാ, നല്ല കൊടുക്കട പോയിട്ട്. ഓ കൊടുക്ക് ഓനൊക്കെ ഇല്ലായിരുന്നെങ്കിൽ സുഖമായിട്ട് എൻ്റെ വഴി പോവുമായിരുന്നു. പക്ഷെ നമ്മൾ ടീമേറ്റ് സീനാണ്. ഓക്കെ, അവിടെ പ്രശ്നമായി. എടാ അവർ ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ആവാനെടാ. നമ്മൾ തോക്കുന്നതാണ്. അവർ ടാസ്ക് ചെയ്തിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആവും. അവരെ നോക്ക്, ടാസ്കിൻ്റെ കളറ് പച്ച കളറായിക്കണടാ. ഇത് ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പണി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണമാവോ. അങ്ങനെ എന്തെങ്കിലും ആവും. ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് എല്ലാ ഇതിലേട്ടാ അങ്ങനെ കൊടുക്കും. ഞാൻ ഇവിടെയൊക്കെ നല്ല ഓർമ്മയുണ്ട് അന്നും അങ്ങനെ കൊടുക്കണത്. പക്ഷെ ഓർമ്മ ഇട്ടില്ലേ, കുറച്ച് സമയം എടുക്കും തോന്നണ്. പക്ഷെ ഇവരിപ്പോൾ ടാസ്ക് ചെയ്ത് കളി ജയിക്കൂടാ. അതെന്താ ഇവനെ കണ്ടുപിടിച്ച് കളി ജയിക്കണമെന്നില്ലല്ലോ. പിന്നെ ടാസ്ക് ചെയ്തിട്ട് കളി ജയിക്കും. എടേ ഓക്കെ മറ്റ സാധനം റെഡി ആയിട്ട് അവന് ഫസ്റ്റ് ടൈം എന്നോട് നിൽക്കുന്നു. അവിടെ ചില മോനാണ് ഇമ്പോസ്റ്റർ. പിന്നെ നമുക്ക് ഇനി എവിടെ പണിയെടുക്കാം? ഓക്സിജൻ ചൂലൊരു പണി കൊടുക്കണോ? അല്ല, സെക്യൂരിറ്റി റൂമിൽ ഒന്നുകൂടെ കൊടുക്കണം. സെക്യൂരിറ്റി റൂം പോവാം. ഓക്കെ, സെക്യൂരിറ്റി റൂം ഇപ്പോൾ ആവും. കുറച്ച് സമയം എടുക്കും. ആ സെക്യൂരിറ്റി റൂമിൽ ആളുണ്ടല്ലോ. സെക്യൂരിറ്റി റൂം ചെയ്യണ്ടായിരുന്നു. എടാ ഓൻ ലോക്കാക്കിയടാ. നമ്മൾ അടുത്ത പ്ലെയറിൻ്റെ അടുത്ത് കരുതിയിട്ടുണ്ട്. ഞാൻ ടോപ്പിക്ക് വിട്ട് മാറുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ സംസാരിച്ച് പോകുമ്പോൾ വേറെ എന്തൊക്കെ പാട്ടുകളിൻ്റെ വായിൽ വരുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഓക്സിജൻ 2 അല്ലേ ഇത്? ഓക്സിജൻ 2 തന്നെ തോന്നണേ നമ്മൾ നേരത്തെ കൊടുത്ത പണി. ഓക്സിജൻ 2 ഇനി നമുക്ക് സെക്യൂരിറ്റി റൂമിലൊന്ന് വരാണ്ട്. പിന്നെ അപ്പർ എഞ്ചിനിൽ നമുക്കൊരു പണി കൊടുക്കുന്നുണ്ട്. അപ്പർ എഞ്ചിനിൽ പിന്നെ ലോവർ എഞ്ചിന് ഇലക്ട്രീഷ്യൻ. ഓക്കെ, അത്ര കൊടുത്താൽ മതി. അത്ര കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണമാവും നമുക്ക് ഹണ്ട് ചെയ്ത് നമ്മളാ ടീമേറ്റിൻ്റെ പിന്നാലെ തന്നെ പോകണ്ട് ഗൈസ്. ഓക്കെ, ടീമേറ്റിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് അധികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇവൻ മാത്രം ഇങ്ങനെ കാണുമ്പോൾ ഇൻട്രസ്റ്റ് തോന്നൂലേ. ഞാനൊക്കെ മോനിക്കൊക്കെ എപ്പോൾ ഇതടിച്ചിട്ടുണ്ടാവും പറയും. ഓക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. 26 സെക്കൻഡ്സിനുള്ളിൽ. എടാ സീനുണ്ടല്ലേ, ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ടീമേറ്റും ചാവും. അങ്ങനെ ഉണ്ടോ? അങ്ങനൊന്നുമില്ലല്ലോ. നമ്മൾ ടീമേറ്റ് രക്ഷപ്പെടല്ലേ അറിയില്ല കേട്ടോ ഗൈസ്. എന്താവും നമുക്ക് നോക്കാം. കുറെ നേരമായി ഇവർ അങ്ങോട്ടും കൊണ്ട് ഓടി കളിക്കണ്. പിന്നെ ഗൈസ് ഇപ്പോൾ സബ് ചെയ്യാത്തരല്ലേ സബ് ഗൈസ്, പ്ലീസ് ഗൈസ് സബ് ചെയ്ത് അടിപൊളിയാക്കാം. നൈസായിട്ട് കില്ല് ചെയ്ത് ഗൈസ്. നൈസായിട്ട് കില്ല് ചെയ്തിട്ട് ഇൻവിസിബിൾ ആയിട്ട് പോയടാ. ഇൻവിസിബിൾ ആണോ? ഓനെ കാണാൻ പറ്റൂല. അറിയില്ലട്ട് ഗൈസ്, ഞാൻ നോക്കിയോട്ടെ അങ്ങനാണോ. ഓക്കെ, ആളെ പോന്നിട്ടുണ്ട്. നമുക്ക് ചാറ്റ് നോക്കിയൊക്കെ അവരെന്താ പറയണെന്ന്. ഗൈസ് നമ്മൾ ബ്ലാക്ക് ഒന്നൊക്കെ എടുത്ത് ഇറ്റ്സ് വൈറ്റാ. ഷീറ്റ്, നമ്മൾ ചെക്കനെ പിടിച്ച്. അല്ലല്ല, നമ്മൾ ചെക്കൻ വൈറ്റ് അല്ലല്ലോ, നമ്മളെ ചെക്കൻ ബ്ലൂ അല്ലേ. ബ്ലൂ അല്ലേ, യെല്ലോ ആണെന്ന് എല്ലാവരും. Believe me for once. പ്ലീസ് എന്തൊക്കെ ഇടുന്നുണ്ട് ഈ ചെക്കന്. കുറേ നേരം എന്തൊക്കെ പറയുന്നു. ഓൻ്റെ കാരണമാണ് മോൻക്കല്ല ബുദ്ധിയുള്ള കാരണമാണ് നമ്മളിപ്പോൾ ഔട്ടായത്. കുറച്ച് ഗൈസ് പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്.
രണ്ടാളെ ഒരാളൊക്കെ കില്ല് ചെയ്താൽ നമ്മൾ കളിയേക്കൂലേ? രണ്ടാൾ ഒരാളൊക്കെ കില്ല് ചെയ്താൽ മതിയില്ലേ ഗൈസ്? അപ്പോൾ രണ്ടാളേറ്റ് ഒരാളെങ്കിലും കില്ല് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ നമ്മൾ കളി ജയിക്കൂലേ? രണ്ടാൾക്കാർ ടീമിൽ വെച്ചാൽ രണ്ടാളെ കൊല്ലണോ അങ്ങനെ എന്തോ ഇല്ല ഗൈസ്. ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കര ആവുന്നുണ്ട്. നമ്മളിന്ന് ഈ വീഡിയോ അതാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ മാത്രം ഇട്ടത്. എനിക്ക് അറിയാമായിരുന്നു നല്ല ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. ഒരു 15-16 മിനിറ്റ് വീഡിയോ ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ ഗൈസ്. സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം ഇരുന്ന് കാണാൻ നോക്കുക ഗൈസ്. നിങ്ങൾക്ക് ബോറിംഗ് പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. പിന്നെ ഗൈസ് ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട് ലൈക്ക് ചെയ്യാൻ. വീഡിയോ ലൈക്ക് ചെയ്യാൻ സമയമുണ്ട്. നിങ്ങൾ വേഗം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തോളെ. വേഗം ചെയ്യും. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ കളി ജയിക്കുക ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്താലാണ് നമ്മൾ ഈ കളി ജയിക്കുക. ഓക്കെ ഓക്കെ നമ്മുടെ ചെക്കൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുള്ളൂ ഗൈസ്. ഇതെന്തായി? മോന് അല്ലല്ലോ. അപ്പം അങ്ങനെ നോട്ട് ദ ഇമ്പോസ്റ്റർ എന്ന് കാണിക്കുള്ളൂ. ഒരു ഇമ്പോസ്റ്റർ റിമൈനിങ്. നമ്മളെ ചെക്കൻ. നമുക്ക് ഇനി എവിടെ പണി കൊടുക്കുക പറഞ്ഞാൽ ഇവിടെ ഒരു പണി കൊടുക്കുക. അയ്യവ ഇനി നമ്മളെ ചെക്കനെ ഇതൊക്കെയാ എവിടെ? മോനൊക്കെ ആരൊക്കെ കൊല്ലം നോക്കട്ടെ. ആരൊക്കെ മിഷൻ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ ഇവിടെ. ഇവനെത്തി അവിടെ അപ്പോഴത്തേന്. ഗൈസ് നമ്മൾ തോറ്റു ഗൈസ്. അല്ല ജയിച്ചു. ഗൈസ് നമ്മൾ ജയിച്ചു. യെസ്. അപ്പം മനസ്സിലായി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തിക്കണേ നമ്മളെ വീഡിയോക്ക്. അപ്പം അതാണ് നമ്മൾ ഈ കളി ജയിക്കാൻ കാരണം. നമ്മളെ വീഡിയോയിൽ ലൈക്ക് ചെയ്ത കാരണം നമ്മൾ ഈ വീഡിയോ ജയിക്കാൻ കാരണം. ഗൈസ് നിങ്ങളെന്താ ബീൻസ് ഉണ്ടല്ലേ? എന്താ ചെയ്യുക? അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ ഇതിന് ക്വിറ്റ് അടിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ എൻ്റെ നെയിം ഞാൻ അതിലിട്ടിട്ടുള്ളത് മീന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട് ആക്കണമെങ്കിൽ ഫ്രണ്ട് ആക്കുക. പിന്നെ നമ്മൾ പുതിയ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ സജക്റ്റ് ചെയ്യുക നമ്മളെന്താണ് നമ്മളെ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ പറയുക എന്ത് സാധനം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് എന്ത് സാധനം ഇഷ്ടമെന്ന് പറയുക. നമ്മളിപ്പോൾ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ.